നമുക്ക് ആൽക്കീൻ ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ആൽക്കീൻ കംപ്ലീറ്റഡ് ആണ്. ഇനി 2 അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൻ്റെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് ആൽക്കീൻ നോക്കാം. ആൽക്കീൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെങ്കിൽ, ആൽക്കീനെ നമുക്ക് എങ്ങനെ പറയാടാ? ആൽക്കീൻ നമുക്ക് CH ഡബിൾ ബോണ്ട് CH എന്ന രീതിയിൽ ജനറലി റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ജനറലി റെപ്രസെൻ്റ് ചെയ്യാം RCH ഡബിൾ ബോണ്ട് CHR എന്നുള്ള രീതിയിൽ. ഓക്കെ, ഈ ആൽക്കീൻ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷനിൽ നിങ്ങൾ കാണുന്ന ഉണ്ടല്ലോ, ആ ആക്ച്വലി നേരത്തെ ഞാൻ പറഞ്ഞത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ്. ഇപ്പം ഞാൻ പറയുകയാണ് ഈ എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയാലും ഹൈഡ്രജൻ ആയാലും ഓക്കെയാണ്. ഓക്കെ, ഇറ്റ് മേ ബി ആൽക്കൈൽ ഗ്രൂപ്പ് ഓർ ഹൈഡ്രജൻ എന്നുള്ളതാണ്. ഓക്കെ, രണ്ടും ഇപ്പോൾ ഹൈഡ്രജൻ ആണ് വരുന്നതെങ്കിൽ നമുക്കത് ഈഥീൻ എന്ന് പറയാം. ഒന്നൊരു മീഥൈലും ഹൈഡ്രജൻ ആണ് വരുന്നതെങ്കിൽ പ്രൊപ്പീൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, രണ്ടും മീഥൈലാണ് വരുന്നതെങ്കിൽ ബ്യൂട്ടൂയിൻ എന്ന് പറയാൻ പറ്റും. സോ ദ മേ ബി ഐദർ ഹൈഡ്രജൻ ഓർ ആൽക്കൈൽ. ഓക്കെ, റെപ്രസെൻറ്റേഷൻ, ജനറൽ റെപ്രസെൻറ്റേഷൻ. മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാർബണിൻ്റെ ഡബിൾ ഹൈഡ്രജൻ വേണം. C20 ആണെങ്കിൽ H40 ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ആൽക്കീനെ പാരഫിൻ എന്ന് വിളിക്കുന്നു. ഇപ്പം ഞാൻ പറയാണ് ആൽക്കീനെ ഒലിഫിൻസ് എന്ന് വിളിക്കും. എന്താ വിളിക്കാം? ഒലിഫിൻസ്. അത്രേ ഉള്ളൂ. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. എടാ, നമ്മൾ കൺട്രോൾഡ് ഹൈഡ്രജനേഷൻ നടത്തണം. എന്താ? കൺട്രോൾഡ് ഹൈഡ്രജനേഷൻ. ഓക്കെ, സോ ഹൈഡ്രജനേഷൻ നടത്തേണ്ടത് കൺട്രോൾ ചെയ്തിട്ടാണ്. കൺട്രോൾഡ് ഹൈഡ്രജനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ആൽക്കൈനാണ്, ട്രിപ്പിൾ ബോണ്ടഡ് ആൽക്കൈൻ. RC ട്രിപ്പിൾ ബോണ്ട് CR. ഓക്കെ, ഇതൊരു ആൽക്കൈനാണ് മക്കളെ. ഈ ആൽക്കൈൻ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ ഹൈഡ്രജൻ പലേഡിയം ഇൻ ചാർക്കോൾ. ദ കാർബൺ റെപ്രസെൻറ്റേറ്റീവ് ഈസ് നത്തിങ് ബട്ട് ചാർക്കോൾ വിച്ച് ഈസ് ഇൻ പ്രസൻസ് ഓഫ് എ പോയ്സൺ. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയ്സൺ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും. അതായിട്ട് നമുക്ക് ക്വിനോളിൻ ഉപയോഗിക്കാം. ക്വിനോളിൻ പോയ്സണായിട്ട് ക്വിനോളിൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, ദ പോയ്സൺ മേ ബി ക്വിനോളിൻ. റെഡി. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സോഡിയം പ്ലസ് ലിക്വിഡ് അമോണിയ ഉപയോഗിക്കാം. സോഡിയം പ്ലസ് ലിക്വിഡ് അമോണിയ. സോഡിയം പ്ലസ് ലിക്വിഡ് അമോണിയ നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് 2 ഹൈഡ്രജൻ വരും. ഈ വരുന്ന 2 ഹൈഡ്രജൻ ഇല്ലടാ, ഇത് വരുന്നതാണ് രസം. നിങ്ങൾ ഓൾറെഡി ജോമെട്രിക്കൽ ഐസോമെറിസം കണ്ടല്ലോടാ, സിസ് ട്രാൻസ് ഐസോമെറിസം കണ്ടില്ലേ? അതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചതാണ് സിസും ട്രാൻസും. നിങ്ങൾ ഹൈഡ്രജൻ പലേഡിയം ഓവർ ചാർക്കോൾ ആണ് ചേർക്കുന്നതെങ്കിൽ പുതുതായിട്ട് വരുന്ന 2 ഹൈഡ്രജനും ഒരേ പ്ലെയിനിലാണ് വരിക, ഒന്നുകിൽ മേലെ അല്ലെങ്കിൽ താഴെ. അപ്പം ഞാൻ പറയാം, ആ പുതുതായിട്ട് വന്ന 2 ഹൈഡ്രജനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ബാക്കി 6 ഉണ്ട്. നിങ്ങൾക്ക് സിസ് ആൽക്കീനായിട്ട് ഇതായിട്ട് സിസ് ആൽക്കീൻ്റെ സിസ് ഫോം ആയിട്ട് കേട്ടോ, ആൽക്കീൻ്റെ സിസ് ഫോം. റെഡി. ഇനി മക്കളെ, നമ്മൾ സോഡിയം ലിക്വിഡ് അമോണിയാണ് ആഡ് ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പുതുതായി വന്ന 2 ഹൈഡ്രജനും ഓപ്പോസിറ്റ് പ്ലെയിൻസിൽ ഒക്യുപ്പൈ എന്നാ പറയാം, ജസ്റ്റ് ലൈക്ക് എ ട്രാൻസ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ് ആൽക്കീൻ കിട്ടും. ഓക്കെ, സിസ് ആൽക്കീനും കിട്ടും, ട്രാൻസ് ആൽക്കീനും കിട്ടും. ഓക്കെ, കൺട്രോൾഡ് ആണ്, അത് ആൽക്കേനായി മാറൂല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാരാണ്? സിസ് ആൽക്കീൻ. ഇതോ ട്രാൻസ് ആൽക്കീൻ. നിങ്ങളെ ഫോം ആകണ മോളിക്യൂളിന് സിസ് ട്രാൻസ് ഐസോമെറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഹൈഡ്രജൻ പലേഡിയം ചാർക്കോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? സിസ്സ കിട്ടുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്താ കിട്ടുക? സോഡിയം ലിക്വിഡ് അമോണിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസും കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ്. ഓക്കെ, അതും കൂടെ പഠിക്കാം. ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ്. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിലടാ നമുക്ക് എക്സാമ്പിൾ നോക്കി നോക്കാം. ശ്രദ്ധിക്കും, എൻ്റെ കയ്യിൽ CH3 C ട്രിപ്പിൾ ബോണ്ട് CH ഉണ്ട്. ഓക്കെ, ഇതിലോട്ടേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യണം? ഹൈഡ്രജൻ പലേഡിയം
ഓവർ ചാർക്കോൾ വിച്ച് ഈസ് ഇൻ ക്വിനോളിൻ ആഡ് ചെയ്യാണ്. ക്വിനോളിൻ. എടാ ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് 2 ഹൈഡ്രജൻ വരും, എനിക്ക് പ്രൊപ്പീൻ കിട്ടും. പ്രൊപ്പീൻ നിങ്ങൾ സിസ് പ്രൊപ്പീൻ എന്ന് പറയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പീന് സിസും ട്രാൻസും ഇല്ല. നിങ്ങൾക്കറിയാം ഡബിൾ ബോണ്ടിലുള്ള 2 ഗ്രൂപ്പും സെയിം ആവുകയാണെങ്കിൽ അവർക്ക് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ ഇവിടെ ഫോം ആവുന്ന ആൽക്കീന് സിസ് ട്രാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് പറയാൻ പാടുള്ളൂ, സിസ് ട്രാൻസ് എന്ന് പറയാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ജസ്റ്റ് ആൽക്കീന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് അവർ തന്നത് ബ്യൂട്ട് 2 ആണെന്ന് വിചാരിക്കും. സെയിം റിയേജൻറ്റ് നിങ്ങൾ ആഡ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം എന്ന് വെച്ചാൽ അത് ഉണ്ടാവുന്ന ആള് എങ്ങനെയാണ് 2 ഹൈഡ്രജനും ഒരു പ്ലെയിനിലാണ് വരിക. കാരണം ബ്യൂട്ടോയിൻ എന്ന് പറയുന്നതിൽ ഓരോ ഡബിൾ ബോണ്ട് കാർബണിലുള്ള ഗ്രൂപ്പുകൾ ഡിഫറെൻ്റ് ആണ്. സോ ഡബിൾ ബോണ്ട് കാർബണിലുള്ള 2 ഗ്രൂപ്പുകളും എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഈ ഡബിൾ ബോണ്ട് കാർബണിലുള്ള ഈ 2 ഗ്രൂപ്പ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. സോ അവർക്ക് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റുമെങ്കിൽ സിസ് കിട്ടും, ട്രാൻസ് കിട്ടും. ഓക്കെ, മറ്റേ ട്രാൻസ് കിട്ടും. ഇതേ ആളെ ഞാൻ സോഡിയം ലിക്വിഡ് അമോണിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ട്രാൻസ് കിട്ടും. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചാൽ ട്രാൻസ് കിട്ടും. ഓക്കെ, ട്രാൻസ് അപ്പോൾ ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവും. ഓക്കെയാണ്, റെഡി. ഇനി 3 എലിമിനേഷൻ മെത്തേഡുകളാണ് പഠിക്കാനുള്ളത്. നമുക്ക് വിസിനൽ ഡൈഹാലൈഡിൽ നിന്നും ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും ആൽക്കോളിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൽക്കീനെ പ്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം വിസിനൽ ഡൈഹാലൈഡിൽ നിന്ന് എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. വിസിനൽ ഡൈഹാലൈഡ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഡീഹാലജിനേഷൻ നടത്തിയാൽ മതി. ഡീഹാലജിനേഷൻ. അതിന് മുമ്പ് എന്താണ് ഈ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹാലജൻ അടുത്തടുത്ത കാർബണിൽ വരികയാണെങ്കിൽ അത് വിസിനൽ ഡൈഹാലൈഡും, സെയിം കാർബണിൽ വരികയാണെങ്കിൽ ജെമിനൽ ഡൈഹാലൈഡും. സോ നൈബറിങ് കാർബണിലായിട്ട് 2 ഹാലജൻ വരണം. ഓക്കെ, 2 ഹാലജൻ നൈബറിങ് കാർബണിലായിട്ട് വരണം. സോ നമ്മൾ അതിനെ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയും. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീഹാലജിനേഷനാണ്. ഡീഹാലജിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ 2 ഹാലജൻ എന്ത് ചെയ്യണം, എടുക്കണം. ആരാ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡീഹാലജിനേറ്റിംഗ് ഏജൻറ്റ് ഉപയോഗിക്കാം. NCERT കൊടുക്കുന്നത് സിങ്ക. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിങ്ക 2 ഹാലജൻ എടുക്കും, ZnX2 ആയിട്ട് മാറും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻറ്റും പറയാം, തെറ്റൊന്നുമില്ല. സോഡിയം ഡ്രൈതർ കൊടുത്താലും ആ 2 ഹാലജൻ അവിടെ പോകുന്നതാണ്. എന്തോ ആവട്ടെ, ഈ 2 എണ്ണത്തിൽ ഏത് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ 2 ഹാലജനാണ് പോയത്, അല്ലെങ്കിൽ 2 ഹാലജനാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോസസ്സിൻ്റെ പേര് ഡീഹാലജിനേഷൻ. ഹാലജൻ എടുക്കുന്നതുകൊണ്ട് ഡീഹാലജിനേഷൻ. ഇനി നമ്മൾ നേരത്തെ കണ്ടു, അഡീഷൻ നടക്കുമ്പോൾ ബോണ്ട് ബ്രേക്ക് ആവുകയും കാർബണിൻ്റെ ബോണ്ടിൻ്റെ 2 സൈഡിലായിട്ട് പുതുതായിട്ട് ആറ്റംസ് വരിക ചെയ്യുക. ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ 2 ആളുകൾ പുതുതായിട്ട് വരും. 2 ആളുകൾ പോയി കഴിഞ്ഞാലോ ബോണ്ട് മേക്ക് ആവും. ഓക്കെ, അപ്പോൾ അഡീഷൻ വഴി ബോണ്ട് ബ്രേക്ക് ആവും, എലിമിനേഷൻ വഴി ബോണ്ട് മേക്ക് ആവും. ഇവിടെ നടക്കുന്നത് എലിമിനേഷനാണ്. അപ്പോൾ അവിടെ ബോണ്ട് മേക്കായിട്ട് കിട്ടും നമുക്ക്. ഇങ്ങനെ നിന്നിരുന്ന ആള് പുതുതായിട്ടൊരു ബോണ്ട് കൂടെ വന്നിട്ട് എന്തായിട്ട് മാറുക, ആൽക്കീനായിട്ട് മാറും. ഈസി. ഓക്കെ, നമുക്ക് ഇതാണ് ഡീഹാലജിനേഷൻ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, നോക്കണം. എൻ്റെ കയ്യിൽ ഏതുണ്ട്, 1,2 ഡൈബ്രോമോ സൈക്ലോഹെക്സേൻ ഉണ്ട്. 1,2 ഡൈബ്രോമോ സൈക്ലോഹെക്സേൻ. ഇതിനെ നമ്മൾ സിങ്കുമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായി മാറും, സൈക്ലോഹെക്സേൻ ആവും. ഈസിയാണ്. നിങ്ങൾ 2 ഹാലജൻ എടുത്താൽ മതി. 2 ഹാലജൻ എവിടെ നിന്ന് എടുക്കുന്നു, അടുത്തടുത്താണ് 2 ഹാലജൻ ഉണ്ടാവും. ബിക്കോസ് വിസിനൽ ഡൈഹാലൈഡ് ആണ്. എവിടെ നിന്ന് എടുക്കുന്നു അവിടെ എന്ത് ചെയ്താൽ മതി, ഒരു ബോണ്ട് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, റെഡി. നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് കടക്കാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ബീറ്റ എലിമിനേഷൻസ് ആണ്. ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് നിൽക്കുന്ന കാർബൺ നമ്മൾ ആൽഫ എന്ന് പറയും. ഫങ്ഷൻ ഗ്രൂപ്പ് എവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ കാർബൺ നമ്മൾ ആൽഫ എന്ന് പറയും. അതിൻ്റെ തൊട്ടടുത്ത കാർബൺ നമ്മൾ ബീറ്റ എന്ന് പറയും. സോ ആ ബീറ്റയിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഫങ്ഷൻ ഗ്രൂപ്പ് വേണം, അതുണ്ടാകുമ്പോഴേ നമ്മൾ ആൽഫ എന്ന് പറയുള്ളൂ. ആൽഫ ഉണ്ടെങ്കിലേ ബീറ്റ പറഞ്ഞ് ലോജിക്കുള്ളൂ. അപ്പോൾ ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ, തൊട്ടടുത്തുള്ള കാർബൺ ബീറ്റ. നമ്മൾ പ്രോപ്പർ റിയേജൻറ്റ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ 2 എണ്ണം കൂടെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ആയിടും. നേരത്തെ ഞാൻ പറഞ്ഞത് 2 ഹാലജൻ പോകുന്ന, ഇപ്പം പറഞ്ഞത് ഹൈഡ്രജനും ഫങ്ഷൻ ഗ്രൂപ്പും കൂടെ പോകും. ഓക്കെ, ഹൈഡ്രജനും ഫങ്ഷൻ ഗ്രൂപ്പും കൂടെ പോകും. ഇത് നമുക്ക് 2 ചാൻസ് ഉണ്ട്. എന്ന് പറയണത് എവിടെ ആവാം,
ബീറ്റ എലിമിനേഷൻ നടക്കുന്നത് ആൽക്കൈൽ ഹാലൈഡിലാവാം. ആൽക്കൈൽ ഹാലൈഡ്. എടാ ആൽക്കൈൽ ഹാലൈഡിൽ ബീറ്റ എലിമിനേഷൻ നടത്താൻ നമ്മളൊരു റിയേജൻറ്റ് ഉപയോഗിക്കണം. റിയേജൻറ്റ് കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നടക്കുകയുള്ളൂ. ഈ റിയേജൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ആൽക്കഹോളിക് KOH ആയിരിക്കാം, അതല്ലെങ്കിൽ NaNH2, നമ്മളതിനെ സോഡാമൈഡ് എന്ന് വിളിക്കും. അതും അല്ലെങ്കിൽ NCERT പറയുന്നത് ആൽക്കോക്സൈഡ് ആണ്, RO- ആണ് ആൽക്കോക്സൈഡ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു റിയേജൻ്റ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഓൾവേസ് ട്രൈ ടു റിമൂവ് ഹൈ ഡിഗ്രി ബീറ്റ ഹൈഡ്രജൻ. ഡിഗ്രി കൂടിയ ബീറ്റ ഹൈഡ്രജൻ നിങ്ങൾ എടുക്കണം. ഓക്കെ, ഡിഗ്രി കൂടിയ ബീറ്റ ഹൈഡ്രജൻ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ കിട്ടും. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. ഓക്കെ, മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതായിരിക്കും മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങളോട് മേജർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ ഡിഗ്രി കൂടിയ ബീറ്റ ഹൈഡ്രജൻ റിമൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഈ റൂളിന് നമ്മൾ സെയ്റ്റ്സഫ് റൂൾ എന്നൊക്കെ പറയും. സെയ്റ്റ്സഫ് റൂൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്യൂ നിങ്ങൾക്ക് ഹാലോആൽക്കെയിൻസിൽ NCERT ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സെയ്റ്റ്സഫ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹൈ ഡിഗ്രി ബീറ്റ ഹൈഡ്രജൻ എടുത്താൽ മതി. ഞാൻ കാണിക്കാം, നിങ്ങൾ മനസ്സിലാവും. നോക്കടാ, ഞാൻ കാണിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മോളിക്യൂൾ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. CH3 CH OH CH2 CH3. സോറി, OH അല്ല, നമ്മളിപ്പോൾ ബീറ്റ എലിമിനേഷൻ ഓഫ് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആൽക്കൈൽ ഹാലൈഡ് അല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ബ്രോമിനോ ക്ലോറിനോ ആരെങ്കിലൊക്കെ വരട്ടെ. ഇതിന് നമ്മൾ റിയേജനുമായി ട്രീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ആൽക്കോളിക് KOH ഉപയോഗിക്കുന്ന റിയേജൻ്റാണ്. ഈ ആൽക്കോളിക് KOHുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് പോകും. ഇത് ആൽഫയാണ്, ഫങ്ഷൻ ഗ്രൂപ്പ് പോകും. തൊട്ടടുത്തുള്ള കാർബൺ നമ്മൾ വിളിക്കുന്ന പേരെന്താടാ? ബീറ്റ. നോക്കുമ്പോൾ ഇത് ബീറ്റയുടെ പ്രൈമറിയും ഇത് ബീറ്റയുടെ സെക്കൻഡറിയാണ്. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? മേജർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കവേ ഒരു പ്രൊഡക്റ്റ് അവർ ചോദിക്കണമുള്ളെങ്കിൽ ആ ചോദിക്കുന്ന മേജർ പ്രൊഡക്റ്റ് ആണ്. അല്ലെങ്കിൽ മേജർ പ്രൊഡക്റ്റ് ഏതാണെന്ന് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് മേജർ പ്രൊഡക്റ്റ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ പോസിബിൾ പ്രൊഡക്ട്സ് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഹൈഡ്രജൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ എന്താ വേണ്ട? ഒരു പ്രൊഡക്റ്റ് മതി. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന മേജർ പ്രൊഡക്റ്റ് എന്താണെന്നാണ്. അപ്പോൾ നിങ്ങൾ മേജർ പ്രൊഡക്റ്റ് എന്താണെന്നാണ് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈ ഡിഗ്രി ബീറ്റയിൽ എന്ത് ചെയ്യണം? എടുക്കണം. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ പ്രൈമറിയിൽ നിന്ന് എടുക്കണ്ട, എവിടെ നിന്ന് എടുത്താൽ മതി? സെക്കൻഡറി നിന്ന് എടുത്താൽ മതി. രണ്ടും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെ വരിക? CH3 CH ഡബിൾ ബോണ്ട് CH CH3. ഇതായിരിക്കും മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ അവിടെ. ഇതായിരിക്കും സെയ്റ്റ്സഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കണം, നോക്ക്, ശ്രദ്ധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഇതിനെ ആൽക്കോളിക് KOHുമായിട്ട് ട്രീറ്റ് ചെയ്തു. ആൽക്കോളിക് KOH. ഈ ആൽക്കോളിക് KOHുമായി ട്രീറ്റ് ചെയ്യുമ്പോഴേ നോക്കടാ, ശ്രദ്ധിച്ചേ, ഈ ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന ഇവിടെ ഒരാൾ കൂടെ കിടന്നോട്ടെ, അപ്പോഴാണ് അതിനൊരു രസം ഉണ്ടാവുക. ഈ ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ പേരെന്താ? ആൽഫ. ഈ ആൽഫനോട് അറ്റാച്ച് ചെയ്ത കാർബണാണല്ലോ ബീറ്റ. അതിതാ ഒരാളുണ്ട്, ഇത് ബീറ്റ പ്രൈമറി, ഇത് ബീറ്റ, അത് സെക്കൻഡറിയാ ബീറ്റ. ഇത് ഇവിടെ നോക്കിയാൽ ഇതും ബീറ്റ, ഇത് ടെർഷറിയാ. നിങ്ങൾ പറഞ്ഞേ എവിടുന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്യും? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ? ഡെഫിനറ്റ്ലി you have to remove from the higher degree tertiary, then only you will get the major product, right? അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ CH3 അവിടെ തന്നെ ഉണ്ടാവും, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഇവിടുത്തെ CH3 അവിടെ തന്നെ ഉണ്ടാവും, അതിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്തത് എന്താ? ഈ ഹാലജനും ഇവിടെ നിൽക്കുന്ന ഒരു ഹൈഡ്രജനും റിമൂവ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഹാലജനും ഹൈഡ്രജനും പോയ ആൽഫയിലും ബീറ്റയുടെ ഇടയിൽ ഒരു ബോണ്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, ആൽഫയുടെയും ബീറ്റയുടെ ഇടയിൽ ഒരു ബോണ്ട് വരും. സോ ഇതാണ് അതിൽ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാം. പറഞ്ഞ് മനസ്സിലായെന്നായിരുന്നു. എക്സാക്ട്ലി സെയിം ലൈക്ക് തന്നെയാണ് ഏത്? ആൽക്കഹോളിൻ്റെ ഡീഹൈഡ്രേഷൻ, ബീറ്റ എലിമിനേഷൻ നമ്പർ 2. അപ്പോൾ നമ്മൾ ബീറ്റ എലിമിനേഷൻ്റെ സെക്കൻഡ് കേസാണ് എടുക്കുന്നത്. നമുക്ക് ഇൻ ആൽക്കഹോൾ എന്ന് ചർച്ച ചെയ്ത് നോക്കാം. ആൽക്കഹോളിൻ്റെ ബീറ്റ എലിമിനേഷൻ നടത്തി നോക്കാം. അതിന് മുമ്പടാ ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? ഇൻ ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാ? ഹാലജനാണ്. അപ്പോൾ സത്യത്തിൽ ആൽക്കൈൽ ഹാലൈഡിൽ പോയതെന്താ? HX പോയത്, HX പോയത്. HXന് നമുക്ക് HX നമ്മൾ പറയാം ഹൈഡ്രജൻ ഹാലൈഡ് എന്നാണ്. അപ്പോൾ HX പോയത് നമ്മൾ പറയാം ഡീഹൈഡ്രോ ഹാലജനേഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേര് ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അതേസമയം ആൽക്കോൾ ആകുമ്പോൾ എന്താണെന്ന് അറിയടാ? ആൽക്കോൾ ആകുമ്പോൾ ഈ പറയപ്പെടുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് OH ആയിരിക്കും.
OH ആകുമ്പോൾ പോകുന്നത് HOH ആയിരിക്കും. എന്താ പോണേ? ഹൈഡ്രജനും OHും കൂടിയാണ് പോണേ. HOH എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വാട്ടർ. അപ്പോൾ വാട്ടർ എലിമിനേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഈ റിയാക്ഷനെ പറയുന്ന പേര് ഡീഹൈഡ്രേഷൻ ആയിരിക്കും. സോ ഡീഹാലോജിനേഷൻ ഓഫ് ഫിസിനൽ ഡൈഹാലൈഡ്, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്, ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. ഇത് മൂന്നുമാണ് നമ്മളിപ്പോൾ കണ്ട മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇനി ആൽക്കഹോളിൻ്റെ അപ്പോൾ മെത്തേഡ് ഞാൻ എന്താ വിളിച്ചത്? ഡീഹൈഡ്രേഷൻ. നമ്മൾ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആൽക്കോളിക് ഉപയോഗിച്ച്, സോഡമൈഡ്, അതുപോലെ പിന്നെന്താ ഉപയോഗിച്ചത്? ആൽക്കോക്സറൊക്കെ ഉപയോഗിച്ചു. എന്നാൽ ആൽക്കോളിൻ്റെ ഡീഹൈഡ്രേഷൻ നടത്താൻ വേണ്ടി നമ്മൾ അസിഡിക് സ്പീഷ്യസുകളാണ് ഉപയോഗിക്കുക. നമുക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം, പ്ലസ് ഹീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റഡ് ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യാം. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അലൂമിനിയത്തിൻ്റെ ഓക്സൈഡില്ലേ, Al2O3, അത് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യാം. ഇനി ഇതും ഇല്ലെങ്കിൽ NCERT പറയണത് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് എടുത്താൽ മതി എന്നാ. ഓക്കെ, ഇതൊക്കെ ഈ പറയപ്പെടുന്ന എന്താണ്? റിയേജൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഹൈ ഡിഗ്രി ബീറ്റ ഹൈഡ്രജൻ നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക OHൻ്റെ കൂടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ബാർ ഹീറ്റ് എന്ത് ചെയ്യണം? ഈ OH എടുക്കണം. ഇത് ആൽഫ, ഇത് ബീറ്റ. ഇത് ബീറ്റ പ്രൈമറി, ഇത് ബീറ്റ സെക്കൻഡറി. സെക്കൻഡറി നിർത്തും, ബീറ്റ സെക്കൻഡറി നിർത്തും. അപ്പോൾ ഹൈ ഡിഗ്രി ബീറ്റ ഹൈഡ്രജൻ സൈറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റ സെക്കൻഡറി നിങ്ങൾ എടുത്തോ, ബീറ്റ സെക്കൻഡറി നിങ്ങൾ എടുത്തത് അവിടെ ബോണ്ടാണ് വരിക. ഓക്കെ, പറഞ്ഞ ക്ലിയർ ആണെന്ന് വരുന്നു. സോ ഇതാണ് നമ്മൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ആരുടെ? ആൽക്കീൻ്റെ. ആൽക്കീൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. നമുക്ക് ആൽക്കീൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഒന്ന് എന്ത് ചെയ്യണം? പറയണം. ഫിസിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, ആൽക്കീൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. സെയിം ലൈക്ക് ലോവർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് ആണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ 4 C2 to C4 ഗ്യാസാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ല. C5 to C17 വരെ സോളിഡാണ്, ലിക്വിഡാണ്. അതിൻ്റെ 18 to above സോളിഡാണ്. പിന്നെന്താ? ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബോയിലിംഗ് പോയിന്റ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ബ്രാഞ്ചിങ് ആണ്. സെയിം റീസൺ ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കീൻ ഒരു പൊടിക്ക് ചിലപ്പോൾ കൂടും ആരെക്കാൾ? ആൽക്കീനേക്കാൾ. കാരണം ഒരു പൈ ബോണ്ട് ഉള്ളത്, ഒരു എക്സ്ട്രാ പൈ ബോണ്ട് ആർക്കുണ്ട്? നമ്മുടെ ആൽക്കീനുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ പൊളാരിറ്റി കൂടും ആരെക്കാൾ? ആൽക്കീനേക്കാൾ. രണ്ടും പൊളാരിറ്റി കുറവുള്ള ആളുകളാണ്, പക്ഷെ ആൽക്കീനേക്കാൾ കുറച്ചുകൂടെ പൊളാരിറ്റി നമ്മൾ ആൽക്കീന് കൂടും. അതുകൊണ്ട് കുറച്ചും കൂടെ ഇൻട്രാക്ഷൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകും. വേണമെങ്കിൽ കുറച്ചുകൂടെ ബോയിലിംഗ് പോയിന്റ് ആൽക്കീനേക്കാൾ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റും. ബാക്കി ക്രൈറ്റീരിയസ് എല്ലാം ഒരേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഒരു 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 ടോപ്പിക്കായിട്ട് എടുക്കാം. ഇൻസോലുബിൾ ഇൻ വാട്ടർ തന്നെയാണ്. ഓക്കെ, നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിലേക്ക് അടക്കുകയാണെങ്കിൽ ആൽക്കീൻ കാണിക്കുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, സിംപ്ലി അഡീഷൻ റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അതിൽ നമുക്ക് സിമെട്രിക് അഡീഷൻ ഉണ്ടെന്ന് പറയാം. ഏതാ? സിമെട്രിക് അഡീഷനുണ്ട്. ഞാൻ അൺസിമെട്രിക് അഡീഷൻ കാണിക്കാം. സിമെട്രിക് അഡീഷനും ഏതാടാ? അൺസിമെട്രിക് അഡീഷൻ. ഓക്കെ, സിമെട്രിക് അഡീഷൻ നമ്മൾ സിമെട്രിക് റിയേജൻസ് ഉപയോഗിക്കണം. ഞാൻ റിയേജൻസിനെ ഒന്ന് പരിചയപ്പെടുത്താം. ശ്രദ്ധിക്കടാ, പ്രത്യേകിച്ചൊന്നുമില്ല. സിമെട്രിക് അഡീഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമെട്രിക് റിയേജൻസ് ആയിരിക്കും. ഞാൻ സിമെട്രിക് റിയേജൻസിനെ പരിചയപ്പെടുത്താം. ഹാലജൻ ഫോർ എക്സാമ്പിൾ, ഹാലജൻ വേണ്ട. ഒന്നാമത്തെ എൻ്റെ ആളാണ് ക്ലോറിൻ, Cl2. അത് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമെട്രിക് റിയേജൻ്റ് Cl ആയിട്ട് പോയിട്ട് ആഡ് ആവും. 2 ബ്രോമിൻ ഇൻ CCl4, ബ്രോമിനേഷൻ എന്ന് വിളിക്കും. അത് Br ആയിട്ട് പോയിട്ട് ആഡ് ആവും. ഓക്കെ, സിമെട്രിക് റിയേജൻ്റ് ആണ്. സിമെട്രിക് റിയേജൻ എന്ന് പറയുമ്പോൾ സിമ്പിളി പറയുകയാണെങ്കിൽ മക്കളെ, സിമെട്രിക് റിയേജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AA ടൈപ്പ് ആയിരിക്കും, Cl Br ടൈപ്പ്. അൺസിമെട്രിക് റിയേജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HA ടൈപ്പ് ആയിരിക്കും, AA അല്ല HA. ഓക്കെ, ഇനി നമ്പർ 3 സിമെട്രിക് റിയേജൻ്റ് ആയിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പറയണത് കോൾഡ് ഡയല്യൂട്ട് ആൽക്കലൈൻ KMnO4. ആൽക്കലൈൻ അല്ല, അക്വസ്. ആരാ? കോൾഡ് ഡയല്യൂട്ട് അക്വസ് KMnO4.
നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു പേര് അതിന് പറയാം, ബേസ് റേ എന്ന് വേണമെങ്കിൽ വിളിക്കടാ. എന്താ വിളിക്കുക? ബേസ് റിയൻറ്റ്. ബേസ് റിയൻറ്റ്. ബേസ് റിയൻറ്റ്. ഓക്കെ, ബേസ് റിയൻറ്റ്. ഇതെല്ലാം സിമെട്രിക് റിയൻ്റ് ആണ്. ഇത് CL ആൻഡ് CL ആണ്. ഇത് BR ആൻഡ് BR ആയിട്ടാണ് പോയി ആഡ് ആവുക. ഇത് OH ആൻഡ് OH ആയിട്ടാണ് പോയി ആഡ് ആവുക. OH ആൻഡ് OH സിമെട്രിക് റിയൻസ് ആണ്. OH ആൻഡ് OH ആയിട്ട് പോയിട്ട് ആഡ് ആവും കേട്ടോ. വേറെ കാര്യം പറയട്ടെ, ഈ ബ്രോമിൻ CCl4 ആഡ് ആവുമ്പോഴും ബ്രോമിൻ CCl4 ഒരു ബ്രൗൺ കളർ ഉണ്ട്. ഇത് നമ്മൾ അഡീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രൗൺ കളർ ഡിസപ്പിയർ ആവും. നമ്മുടെ കോൾഡ് ഡയലൂട്ട് KMnO4 എന്ന് വിളിക്കുന്ന ബേസ് റീൻ ഒരു പർപ്പിൾ കളർ ഉണ്ട്. അഡീഷൻ നടന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന പർപ്പിൾ കളർ മിസ്സാവും. അപ്പോൾ അഡീഷൻ നടന്നാൽ ഈ കളറ് ഡിസപ്പിയർ ആവുന്നതുകൊണ്ട് അഡീഷൻ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അഡീഷൻ നടക്കുന്ന ടൈപ്പ് കോമ്പൗണ്ട് നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അഥവാ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് സിംപ്ലി എ ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. ബ്രോമിൻ CCl4 ആഡ് ചെയ്യുന്നതും കോൾഡ് ഡയലൂട്ട് KMnO4 ആഡ് ചെയ്യുന്നതും ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ ആണ്. ഓക്കെ, പിന്നെ അൺസിമെട്രിക് അഡീഷൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അൺസിമെട്രിക് അഡീഷൻ. ഒന്ന് നമുക്ക് HX ആഡ് ചെയ്യാം മക്കളെ. HX. ഓക്കെ, അത് H+ഉം X- ആയിരിക്കും. രണ്ട്, നമുക്ക് H2O ബാർ H+ എന്ന് കണ്ടാലോ അല്ലെങ്കിൽ ഡയലൂട്ട് H2SO4 എന്ന് കണ്ടാലോ നിങ്ങൾ എന്ത് ചെയ്യണം? HX അപ്പോൾ എങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നത്? HX ഹൈഡ്രജൻ HX ആഡ് ചെയ്ത് എങ്ങനെയൊക്കെ വരുന്നടാ? H+ഉം X-ഉം. H2 ബാർ H+ എന്ന് കണ്ടാലോ ഡയലൂട്ട് H2SO4 എന്ന് കണ്ടാലോ H+ഉം OH- ആണ് വരിക. ഹൈഡ്രലൈസാ വാട്ടർ ആഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഇതെല്ലാം മക്കളെ എങ്ങനെയാണെന്ന് വിചാരിക്കും? കോൺസെൻട്രേറ്റഡ് H2SO4 ആണെന്ന് വിചാരിക്കും. കോൺസെൻട്രേറ്റഡ് H2SO4 ആണെന്ന് വിചാരിക്കും. കോൺസെൻട്രേറ്റഡ് H2SO4 ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ആണെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം മക്കളെ? H+ഉം പിന്നെ OSO3H-. OSO3H എന്ന് പറഞ്ഞാൽ ബൈസൾഫേറ്റ് എന്ന് പറയും, ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയും. HSO4- ആ, അതിന് നമ്മൾ OSO3H എന്ന് പറയും. ഇതൊക്കെ അൺസിമെട്രിക് റിയൻസ് ആണ്. ഞാൻ ജസ്റ്റ് റിയനെ പരിചയപ്പെടുത്തിയതാണ്, ഞാൻ കാണിക്കാം, ക്ലാരിറ്റി കിട്ടും, നോക്കിയാൽ മതിടാ. ശ്രദ്ധിക്കും. എൻ്റെ കയ്യിലൊരു ആൽക്കീൻ ഉണ്ടെന്ന് വിചാരിക്കും. ആൽക്കീൻ. ഈ ആൽക്കീനിലോട്ട് ഞാൻ എൻ്റെ സിമെട്രിക് റിയൻറ്റിനെ ആഡ് ചെയ്തെന്ന് വിചാരിക്കും. A2. ആരൊക്കെ A2 മക്കളെ? ഇതൊക്കെയാണ് A2. ഇതിലേത് ആഡ് ചെയ്താലും അല്ല, ഞാൻ എൻ്റെ അൺസിമെട്രിക് റിയൻറ്റിനെ ആഡ് ചെയ്യുന്ന വിചാരിക്കുക. ആരൊക്കെ അൺസിമെട്രിക് റിയൻറ്റ്? H. ആരൊക്കെ H? ഇവരൊക്കെയാണ് H. ഇതല്ല ഏതാന്ന് വിചാരിക്കും. ഞാനൊരു സ്പെഷ്യൽ സാധനത്തിന് ആഡ് ചെയ്തു, HBr-ഉം പെറോക്സൈഡും. അൺസിമെട്രിക് റിയൻ്റ് പക്ഷെ അതൊരു സ്പെഷ്യൽ കേസാണ്. HBr-ഉം പെറോക്സൈഡും. ഈ ഫസ്റ്റ് രണ്ട് കേസില്ലടാ, ഈ രണ്ട് കേസിൽ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കണം. ഇലക്ട്രോഫിലിക് അഡീഷൻ. ഈ HBr-ഉം പെറോക്സൈഡും ചേർക്കുന്ന സമയത്ത് ഫ്രീ റാഡിക്കൽ അഡീഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കാം. ജസ്റ്റ് ഒരു അറിവിനായിട്ട് അവിടെ കിടന്നോട്ടെ. ഇനി എനിക്കിൻ്റെ പ്രൊഡക്റ്റൊക്കെ ഒന്ന് വേണം, എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങൾ. A2 ആഡ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലടാ. എന്ത് വരും? ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. എവിടെയും വരും. കണ്ണും പൂട്ടി ആഡ് ചെയ്താൽ മതി. രണ്ട് ഭാഗത്തേക്ക് കൊടുത്താൽ മതി. നിങ്ങളൊരു മാർക്കോണിക്കോ റൂളൊക്കെ കേട്ടില്ലടാ? മാർക്കോണിക്കോ റൂള്. ആ മാർക്കോണിക്കോ റൂളും ആൻറ്റി മാർക്കോണിക്കോ റൂളൊക്കെ വരുന്ന സിറ്റുവേഷനാണിത്. ഞാൻ എഴുതി വന്നപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിണ്ടാവും. അൺസിമെട്രിക് റിയൻറ്റ് ഞാൻ ആഡ് ചെയ്യുന്ന, വെറും അൺസിമെട്രിക് റിയൻറ്റ് ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കണം. അതിലെ നെഗറ്റീവ് പാർട്ട്, അതാരാ? A. ആ നെഗറ്റീവ് പാർട്ട് എവിടെ പോകണം എന്ന് ചോദിച്ചാൽ കാർബണിൽ ഹൈഡ്രജൻ കുറഞ്ഞ ഡബിൾ ബോണ്ടിൽ പോകണമെന്നാണ്. കാർബൺ വിത്ത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഇത് കാർബണിൽ 2 ഹൈഡ്രജൻ, ഇത് കാർബണിൽ 1 ഹൈഡ്രജൻ. കാർബൺ വിത്ത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജനിലായിരിക്കണം നിങ്ങളുടെ നെഗറ്റീവ് പാർട്ട് പോകേണ്ടത്. OH- പോകേണ്ടത്, OSO3H- പോകേണ്ടത്, X- ഒക്കെ പോകേണ്ടത് ആ പൊസിഷനിലായിരിക്കണം. ദാറ്റ്സ് കോൾഡ് മാർക്കോണിക്കോഫ് റൂൾ. ഓക്കെ, അപ്പോൾ ഐ വിൽ സേ ദിസ് ഇസ് മാർക്കോണിക്കോഫ് പ്രൊഡക്റ്റ്. സെക്കൻഡ് വണ്ണ് കൊടുത്തത് എന്ത് പ്രൊഡക്റ്റാണ്? മാർക്കോണിക്കോഫ് പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇനി ഒരേ ഒരു കേസിൽ മാത്രം HBr പെറോക്സൈഡ്.
HBr പെറോക്സൈഡ് നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് Br എന്ന് പറയപ്പെടുന്ന നെഗറ്റീവ് പാർട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആളുണ്ടല്ലോ, അയാൾ പോകുന്നത് എവിടെയാണ്? അയാൾ പോകുന്നത് കാർബൺ വിത്ത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജനിലായിരിക്കും. കാർബൺ വിത്ത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ, കാർബൺ വിത്ത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. യു ക്യാൻ സീ ദാറ്റ്. ഞാൻ കാണിക്കാം. ഇവിടെ പോവുക, കാർബൺ വിത്ത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഇതിന് നമ്മൾ ആൻറ്റി മാർക്കോണിക്കോ പ്രൊഡക്റ്റ് എന്ന് പറയും. ആൻറ്റി മാർക്കോണിക്കോ പ്രൊഡക്റ്റ്, ആൻറ്റി മാർക്കോണിക്കോ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് മക്കളെ നമ്മളുടെ ആൽക്കീൻ്റെ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, ഞാൻ എല്ലാം കൂടെ ചേർത്തൊരു എക്സാമ്പിൾ അങ്ങ് തരും, അത് നിങ്ങൾ സെറ്റ് ആക്കണം. ഇനി എനിക്ക് പറയാനുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഓക്സിഡേഷൻ പറയണം. ഓക്സിഡേഷൻ കൂടെ പറഞ്ഞത് തീരോടാ ആൽക്കീൻ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴേ രണ്ട് ഓക്സിഡേഷൻ മക്കളെ, രണ്ട് ഓക്സിഡേഷൻ. ഓക്സിഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓക്സിഡേഷൻ ബൈ ഓസോണോലൈസിസ് ഉണ്ട്. ബൈ ഓസോണോലൈസിസ്, ഓസോണോലൈസിസ് വഴി ഓക്സിഡേഷൻ നടത്താം. ഓർ ഇറ്റ്സ് ബൈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. നിങ്ങൾക്ക് നല്ല പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് ഓക്സിഡേഷൻ നടത്താം. ഓസോൺലിസ് വഴിയാണ് നടത്തുന്നെങ്കിൽ അത് നടക്കുന്നത് ഓസോൺലിസ് ആണെന്ന് എങ്ങനെ മനസ്സിലാവുക? അതിൽ റിയേജന്റ് O3 ഫോളോഡ് ബൈ ZnH2 ആയിരിക്കും. ആരോക്ക് മുകളിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ O3, അതിനുശേഷം ZnH2 കൊടുക്കണമെങ്കിൽ അത് ഓസോൺലൈസ് ആണ്. എന്നാൽ അതേസമയം മക്കളെ നല്ല പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിഫൈഡോ അല്ലെങ്കിൽ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അസിഡിഫൈഡോ അങ്ങനെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ അതെന്തായിരിക്കണം? അത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. സംഗതി ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഡബിൾ ബോണ്ട് വിത്തൗട്ട് ഹൈഡ്രജൻ, ഡബിൾ ബോണ്ട് വിത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിലെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു ഓക്സിജൻ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് വിത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക, അതിലേക്ക് ഒരു ഓക്സിജൻ ആഡ് ചെയ്യുക, അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് വിത്തൗട്ട് ഹൈഡ്രജൻ ഉണ്ടോ? ഡബിൾ ബോണ്ട് വിത്തൗട്ട് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു ഓക്സിജൻ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കീറ്റോൺ ആയിട്ട് മാറും. അപ്പോൾ ഓസോൺലിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ ബോണ്ട് വിത്ത് ഹൈഡ്രജൻ ഓർ വിത്തൗട്ട് ഹൈഡ്രജൻ, വാട്ടർ ഇറ്റ് മേ ബി, അതിലേക്ക് അത് ബ്രേക്ക് ചെയ്യുക, ഓക്സിജൻ കൊടുക്കാം. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽഡിഹൈഡ് ആവും, ഹൈഡ്രജൻ ഇല്ലെങ്കിൽ അത് കീറ്റോൺ ആയി മാറും. എന്നാൽ സ്ട്രോങ് ഓക്സിഡേഷൻ അങ്ങനെയല്ല. സ്ട്രോങ് ഓക്സിഡേഷൻ അങ്ങനെയല്ല. എങ്ങനെയാ പിന്നെ? ഡബിൾ ബോണ്ട് വിത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞത് ഒരു ഓക്സിജൻ കൊടുക്കാനാണ്, ഇപ്പോൾ പറഞ്ഞത് 2 ഓക്സിജൻ കൊടുക്കണം. സ്ട്രോങ് ഓക്സിഡൈസിങ്ങിനാണ് 2 ഓക്സിജൻ കൊടുക്കണം. 2 ഓക്സിജൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. കാർബോക്സിലിക് ആസിഡ് ഡബിൾ ബോണ്ട് വിത്ത് എന്തായിട്ട് മാറുന്ന പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഇനി ഡബിൾ ബോണ്ട് വിത്തൗട്ട് ഹൈഡ്രജൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഓക്സിജൻ കൊടുത്താൽ മതിയടാ, ഒരു ഓക്സിജൻ കൊടുത്താൽ മതി, അത് കീറ്റോൺ ആയിക്കോളും. ഓക്കെ, ഓസോൺലിസിസിൽ ആൽഡിഹൈഡും കീറ്റോണും ആവെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആസിഡ് കീറ്റോൺ ആയിട്ട് മാറും. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, മനസ്സിലാവൂടാ. എക്സാമ്പിൾ കാണിക്കാം. നോക്ക്, എൻ്റെ കയ്യിൽ ഇങ്ങനൊരു മോളിക്യൂളുണ്ട്, CH3, CH ഡബിൾ ബോണ്ട് CCH3, CH2, CH3 വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത്. നമുക്ക് ആദ്യം ഇതിനെന്ത് ചെയ്യാം? ഓസോൺലെസ് നടത്തി നോക്കാം. O3 ഫോളോഡ് ബൈ ZnH2. പറയടാ, സഹായിക്കുക. എങ്ങനെ വരിക? പറഞ്ഞു വേഗം പറഞ്ഞു. ഒന്നുമില്ല, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഓസോൺലെസ് ആണ്, എത്ര ഓക്സിജൻ വീതം കൊടുക്കണം? ഓരോന്ന് കൊടുത്താൽ മതി. വിത്ത് ഹൈഡ്രജൻ ആൽഡിഹൈഡ് ആവും, വിത്തൗട്ട് ഹൈഡ്രജൻ കീറ്റോൺ ആവും. ക്ലിയർ അല്ലേ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞേടാ, CH3 CH പോട്ടെ CH3, അടുത്ത പറ CO CH2 CH3. ക്ലിയർ അല്ലടാ? ഓക്കെ, എന്നാൽ എനിക്കിതിനെ എന്ത് ചെയ്യണം? ഇതിലേക്ക് എനിക്ക് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ചേർക്കണം. ഞാൻ ഇതിലേക്ക് ചേർത്തത് KMnO4 ആണെന്ന് വിചാരിക്കും. KMnO4 എന്ത് ചെയ്യണം? ചെയ്യാനായിട്ടൊന്നുമില്ല.
ബോണ്ട് ബ്രേക്ക് ചെയ്യണം. വിത്ത് ഹൈഡ്രജൻ ആണെങ്കിൽ 2 ഓക്സിജൻ കൊടുക്കണം. 2 ഓക്സിജൻ വിത്ത് ഹൈഡ്രജൻ 2 ഓക്സിജൻ. ഞാൻ ആ 2 ഓക്സിജൻ കൊടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചെന്ന് മനസ്സിലാവും. നോക്കടാ. CH3 COOH പ്ലസ്. വിത്തൗട്ട് ആണെങ്കിൽ ഒരു ഓക്സിജൻ കൊടുത്താൽ മതി. വിത്തൗട്ട് ആണെങ്കിൽ ഒരു ഓക്സിജൻ കൊടുത്താൽ മതിന്നേ. അതെന്തായിക്കോളും? കീറ്റോൺ ആയിക്കോളും. എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മനസ്സിലായി തീർന്നു. അതിലുപരി ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഫോമിക് ആസിഡ് എങ്ങാനും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ ഫോം ആയാൽ, ഫോമിക് ആസിഡ് ഫോം ആയി കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആവും എന്നുള്ളൊരു വിവരം കൂടെ മനസ്സിലാക്കി വെക്കണം. എന്താ പറഞ്ഞത്? ഫോമിക് ആസിഡ് ഫോം ആവുകയാണെങ്കിൽ അതൊന്നുകൂടെ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അത്രയും വിവരം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ദിസ് ഈസ് സിംപ്ലി കോൾഡ് ദ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് വാട്ട്? യുവർ ആൽക്കീൻ. ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടാവും. ഇത്രയും പറഞ്ഞ എല്ലാം ഉണ്ടാവും. ആ ഒറ്റ ക്വസ്റ്റ്യനിൽ കാര്യങ്ങൾ മനസ്സിലാവണം. ഞാൻ തിയറി കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. എൻ്റെ കയ്യിൽ CH3 CH ഡബിൾ ബോണ്ട് CH2 ഉണ്ട്. ഓക്കെ, ഞാൻ ആഡ് ചെയ്യുന്ന റിയേജന്റ് നോക്കിയിട്ട് പ്രൊഡക്റ്റ് വരണം. ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ക്ലോറിനാണെന്ന് വിചാരിക്കും. ക്ലോറിൻ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കോൾഡ് ഡയലൂട്ട് KMnO4 ആണെന്ന് വിചാരിക്കും. കോൾഡ് ഡയലൂട്ട് KMnO4. ഇതൊക്കെ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് HBr ആണെന്ന് വിചാരിക്കും. HBr. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് HBr പ്ലസ് ഒരു പെറോക്സൈഡും കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്, നോക്കടാ, ശ്രദ്ധിക്കുക, ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് HCl ആണെന്ന് വിചാരിക്കും. അതിന് ശേഷം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് HCl പ്ലസ് പെറോക്സൈഡ് ആണെന്ന് വിചാരിക്കും. എനിക്ക് ഇതിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് വേണേ. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോണത് ഇവിടെ ഇതാട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോണത് H2O⁻H പ്ലസ് ആണെന്ന് വിചാരിക്കും. H2O⁻H പ്ലസ്. അത് കഴിഞ്ഞ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ആഡ് ചെയ്യാൻ പോണത് എന്താ ആഡ് ചെയ്യാൻ പറ്റും എനിക്ക്? ഞാനടാ O3 ഓസോൺ ഫോളോഡ് ബൈ ZnH2O ഇതാണ് ചെയ്തതെന്ന് വിചാരിക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്തത് KMnO4⁻H പ്ലസ് ചെയ്തെന്ന് വിചാരിക്കും. ഇത്രയാണല്ലോ ഉള്ളത്. ഇതിൻ്റെ പ്രൊഡക്റ്റ് എനിക്കിപ്പോൾ സ്പോട്ടിൽ പറഞ്ഞു തരണം. നമ്മൾ ഓരോന്നും പറഞ്ഞു, ജനറലി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിമെട്രിക് റിയേജന്റ് അൺസിമെട്രിക് റിയേജന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് പറഞ്ഞു തരണം. പ്രൊഡക്റ്റ് സ്പോട്ടിൽ വരണം. ഓക്കെ, 1 by 1 ഒരാളെയും കൂടെ തരാം. അത് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എഴുതി തരാം. അത് നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ്. നോക്കണം. ഫസ്റ്റ് കൊണ്ട് പറ. ഹാലജനേഷനാണ്, സിമെട്രിക് അഡീഷനാണ്, ഒന്നും നോക്കണ്ട, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ CH3 CH, ഇവിടെ ആര് വന്നടാ? Cl വന്ന്. ഓക്കെ, ഇപ്പുറത്തും ആര് വന്ന്? Cl വന്ന്. ഓക്കെയാണ്. രണ്ട് ഭാഗത്തുമായിട്ട് എന്ത് വന്നിട്ടുണ്ട്? Cl വന്നിട്ടുണ്ട്. ഓക്കെ, സിമെട്രിക് അഡീഷനാണ്. കോൾഡ് ഡയലൂട്ട് KMnO4 ആഡ് ചെയ്യുമ്പോഴോ വേഗം പറഞ്ഞു. CH3 CH ആരാ വന്നേ? ഇവിടെ എന്താ വന്നേ? OH. അപ്പുറത്ത് എന്താടാ വരുന്നത്? OH. സിമെട്രിക് അഡീഷനാ. ഓക്കെ, ബേസ് റിയേജന്റിൽ ആഡ് ചെയ്തേ. അടുത്തത് HBr ആഡ് ചെയ്യുമ്പോൾ പറ. CH3 CH മാർക്കോണിക്കോ ആണോ ആൻറ്റി മാർക്കോണിക്കോ ആണോ? HBr ആഡ് ചെയ്യുമ്പോൾ HX ആഡ് ചെയ്യുന്ന കേസ് ഞാൻ എന്താ പറഞ്ഞത്? ആഡ് ചെയ്യുന്ന കേസിൽ നമുക്ക് കിട്ടുന്നത് മാർക്കോണിക്കോവാ. HBr പെറോക്സൈഡ് വരുമ്പോൾ മാത്രമേ ഇത് റിവേഴ്സ് ആവുന്നുള്ളൂ എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ HBr എന്ന് പറയുന്നത് ആണ്. ആഡ് ചെയ്യുന്ന സമയത്ത് മാർക്കോണിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പാർട്ട് വിൽ ബി ദർ ഇൻ ദ കാർബൺ വിത്ത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് വരുന്നു. അടുത്ത സാധനം ഏതാ നോക്കണം. അടുത്തത് HBr പെറോക്സൈഡാണ് ആൻറ്റി മാർക്കോണിക്കോവാ. അപ്പോൾ പ്രൊഡക്റ്റ് മാറി. CH3 CH2 CH3 ഇവിടെ CH2 എവിടെ Br വന്നേ? ഹൈഡ്രജൻ കൂടുതലുള്ള അവിടുത്തെ വന്നേ. അടുത്ത ഏതാ നോക്കടാ? HCl എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആണ്. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? മാർക്കോണിക്കോ പറ. നെഗറ്റീവ് ആയിട്ട് ക്ലോറിൻ അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ വരിക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ഏതാ നോക്ക്? HCl പെറോക്സൈഡ് ആൻറ്റി മാർക്കോണിക്കോ ആവില്ല. പെറോക്സൈഡ് കാണുമ്പോഴേക്ക് ആൻറ്റി മാർക്കോണിക്കോ ചെയ്യരുത്. ഒരേ ഒരു കേസിൽ മാത്രമേ അത് വർക്ക് ആവുന്നുള്ളൂ. എവിടെയാണ്? HBrഉം പെറോക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള പെർമിഷനുള്ള, ആൻറ്റി മാർക്കോണിക്കോ ചെയ്യാനുള്ള പെർമിഷനുള്ള. HClഉം പെറോക്സൈഡ് ആണെങ്കിൽ നിങ്ങൾ എന്താണോ
മനസ്സിലാക്കിയിട്ടുള്ളത് മാർക്കോണിക്കോ അത് മാത്രമേ ചെയ്യാവൂ. പെറോക്സൈഡ് അതിൻ്റെ ക്രൈറ്റീരിയ അല്ല. HBrഉം പെറോക്സൈഡും വന്നാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സെയിം പ്രൊഡക്റ്റാണ് കിട്ടുക. വെറും HCl ആഡ് ചെയ്യുന്ന അതേ പ്രൊഡക്റ്റാണ് കിട്ടുക HClഉം പെറോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ വെറുതെ HBr ആഡ് ചെയ്യുമ്പോഴും HBr പെറോക്സൈഡ് ആഡ് ചെയ്യുമ്പോഴും രണ്ടാണ്. കാരണം HBr പെറോക്സൈഡ് കേസിലാണ് മെക്കാനിസം ഡിഫറെൻ്റ് ആവുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായി തരുന്നു. ഇത് H2H+ ആടാ, ആസിഡിക് ഹൈഡ്രേഷൻ. ഞാൻ എന്താ പറഞ്ഞത്, മാർക്കോണിക്കോ ആണ്. ഇത് HA അല്ലേ, നോക്കിയേ, HA ആണിത്. HA ആണ്, HA പെട്ട ആളുകളാണ് H+ OH-. അപ്പോൾ പറഞ്ഞ വേഗം പറ എങ്ങനെ വരുന്നത്. CH3 CH പറഞ്ഞു. മാർക്കോണിക്കോവിൽ നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കൂടിയ ഭാഗത്തോട്ട് വന്നു. ഓക്കെ, ഇനി കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഏതാ നെഗറ്റീവ് പാർട്ട്, ഏതാ നെഗറ്റീവ് പാർട്ട് ഒരു സ്പെഷ്യൽ വണ്ണാ, ഏതാ OSO3H അല്ലേ, അത് ഓക്കെ. ഓസോണിൽ ആകുമ്പോൾ എന്താ പറഞ്ഞേ, ഡബിൾ ബോൺസ് ബ്രേക്ക് ചെയ്യണം, ഓക്സിജൻ ആഡ് ചെയ്യണം, വിത്ത് ഹൈഡ്രജൻ ആഡ് ചെയ്യണം, വിത്തൗട്ട് ഹൈഡ്രജൻ കീറ്റോൺ ആവും. അപ്പോൾ നിങ്ങൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓക്സിജൻ ആഡ് ചെയ്തോ. അപ്പോൾ എന്താ വരുന്നത്, CH3 CHO പ്ലസ് CH2O CH2O I can say it as formaldehyde CHO. ഓക്കെ, നോക്കണം. ഡബിൾ ബോണ്ട് ഓസോൺലെസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അടുത്ത KMnO4H+ ഉപയോഗിക്കുന്നത്, സ്ട്രോങ് ഓക്സിഡൈസിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. KMnO4H+ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിത്ത് ഹൈഡ്രജൻ 2 ഓക്സിജൻ ഇട്ടിട്ട് ആസിഡ് ആവണം എന്നാ പറഞ്ഞ്. അപ്പോൾ നിങ്ങളിവിടെ 2 ഓക്സിജൻ ചേർത്തിട്ട് ആസിഡ് ആക്കി തന്നേ. CH3 പറഞ്ഞു, COOH അതൊരു ആസിഡ് പ്ലസ് അടുത്ത ആസിഡ് നോക്കിയേ, എൻഡ് ഇവിടെയാണല്ലോ ബ്രേക്ക് ചെയ്യണം. ഒരു കാർബണിലെ ആസിഡാണ്. ഒരു കാർബണിലെ ആസിഡിൻ്റെ പേരെന്താ, ഫോമിക് ആസിഡ്. ഞാനൊരു പോയിന്റോടെ പറഞ്ഞ് ഓർക്കില്ല നിങ്ങൾ, ഫോമിക് ആസിഡ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ആവും. കാരണം സ്ട്രോങ് ഓക്സിഡൈസിങ് ആൻഡ് ഫോമിക് ആസിഡിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് എ പ്രൊഡക്റ്റ് ഓഫ് CO2. അപ്പോൾ ഇത് രണ്ടും ആയിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു, ഓക്സിജൻ ഇടുന്നു. ഏതിൻ്റെ കേസിൽ മാത്രമാണ് അങ്ങനെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫോർമേഷനെ കുറിച്ച് പറയുന്നത്, ഫോമിക് ആസിഡ് ഫോം ചെയ്യുന്ന കേസിൽ മാത്രം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഒരൊറ്റ മോളിക്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ റിയേജൻ്റ് റിയാക്ഷൻ കറക്റ്റ് ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. നിങ്ങളതുപോലെ പഠിച്ചാൽ മതി, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ എന്ത് വരുന്നത്, കെമിക്കൽ പ്രോപ്പർട്ടി വരുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതൊരു രസമുള്ള എക്സാമ്പിളാന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എക്സാമ്പിളാണ്. നോക്കണം, എൻ്റെ കയ്യിൽ ബ്രോമിൻ ആണുള്ളത്. എന്തിലേക്ക്, ബ്രോമിൻ ഞാൻ ആഡ് ചെയ്യാണ്. എന്തിലേക്ക്, പ്രൊപ്പീനിലേക്ക്. ബ്രോമിൻ എനിക്ക് സൺലൈറ്റിൽ ആഡ് ചെയ്യാം, ബ്രോമിൻ എനിക്ക് CCl4 ആഡ് ചെയ്യാം. ബ്രോമിൻ സൺലൈറ്റിൽ ആഡ് ചെയ്യുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഡബിൾ ബോണ്ടിൻ്റെ തൊട്ടടുത്തുള്ള സിംഗിൾ ബോണ്ട് വിച്ച് കോൾഡ് അലൈലിക്, അവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അഡീഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ബിക്കോസ് ദാറ്റ്സ് എ മോസ്റ്റ് റിയാക്റ്റീവ് പാർട്ട് ആക്ച്വലി. ആൻഡ് ഇവിടെ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകണമെന്ന് ചോദിച്ചാൽ, ഡബിൾ ബോണ്ട് തൊട്ടടുത്തുള്ള ആ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണം. ഞാൻ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എക്സാമ്പിളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ബ്രോമിൻ CCl4 ഒക്കെ കാണിച്ചില്ലേ, സിമെട്രിക് റിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നടക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഇവിടെ നടക്കുന്നത് ഇലക്ട്രോഫിലിക് അഡീഷനാണ്. ഇവിടെ നടക്കുന്നത് എന്താ മക്കളെ, ഇവിടെ ബോണ്ടേ ബ്രേക്ക് ചെയ്തിട്ട് അവിടേക്ക് ആര് വരികയാണ് ചെയ്യണത്, നിങ്ങളുടെ 2 ബ്രോമിൻ വരിക ചെയ്യണത്. മറ്റോടത്ത് ഈ രീതിയിലാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. രണ്ടാണ്. രണ്ടും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, രണ്ടും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് അത് നടക്കുന്ന മീഡിയമാണ്. ബ്രോമിൻ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരേ റിയാക്ടറിലേക്ക് 2 വ്യത്യസ്ത പ്രൊഡക്റ്റ് തരാനുള്ള കാരണം. അപ്പോൾ അത് തമ്മിലുള്ള മാറ്റം കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. നേരത്തെ ഞാനൊരു ബ്രോമിനേഷൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഞാനൊരു ബ്രോമിനേഷൻ പറഞ്ഞിരുന്നു. രണ്ടും ഒന്നാണോ, രണ്ടും ഒന്നല്ല. രണ്ടാണോ, രണ്ടാണ്. രണ്ടും ഒരു മോളിക്യൂളിലേക്ക് വർക്കാവോ, തീർച്ചയായിട്ടും വർക്കാവും. എങ്ങനെ കിട്ടുന്നുണ്ടാവും പ്രൊഡക്റ്റ്, ഇതുപോലെ കിട്ടുന്നുണ്ടാവും. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷനും ഒന്ന് അഡീഷനുമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അൺസാച്ചുറേഷൻ റിമെയിൻസ് അൺഅഫക്റ്റഡ് ആയിരിക്കും. ബട്ട് അഡീഷൻ ആകുമ്പോൾ അൺസാച്ചുറേഷൻ പൊട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, ആൽക്കീൻ എന്ന് പറയുന്നത്. നമുക്ക് ആൽക്കീൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കാം. ഈ ആൽക്കീൻ ക്ലിയർ ആണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന സാധനമാണ് ആൽക്കൈൻ. എക്സാക്ട്ലി വെൽ കണക്റ്റഡ് ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻസ് ഏതിൻ്റെ, ആൽക്കീൻ്റെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഡസ് നോട്ട് ഷോ കറക്റ്റ് പ്രൊഡക്റ്റ് ഓൺ, ഡസ് നോട്ട് ഷോ. എടാ ഇതൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ച എക്സാമ്പിൾ അല്ലടാ. HBr പെറോക്സൈഡ് ആൻറ്റി മാർക്കോണിക്കോ, അത് കറക്റ്റാണല്ലോ. ആൻറ്റി മാർക്കോണിക്കോ വരണം, അവർ കൊടുത്തതും എന്താണ്, ആൻറ്റി മാർക്കോണിക്കോ ആണ്, കറക്റ്റാണ്. ഇവിടെ Br വരണം, ഇവിടെ H വരണം, കൊടുത്തത് കറക്റ്റാണ്. HCl പെറോക്സൈഡ് അവർ ആൻറ്റി മാർക്കോണിക്കോ കൊടുത്തു. HCl പെറോക്സൈഡ് ആൻറ്റി മാർക്കോണിക്കോ അല്ലാന്ന് ഞാൻ 2-3 തവണ നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, B ആണ്. പെറോക്സൈഡ് കാണുമ്പോഴേക്കും എന്ത് ചെയ്യരുത്, ആൻറ്റി മാർക്കോണിക്കോ ചെയ്യരുത്. ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. HBr മാർക്കോണിക്കോ കറക്റ്റ്, HCl മാർക്കോണിക്കോ കറക്റ്റാണ്.
ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അടുത്തത് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ ആൽക്കോളിക് സൊല്യൂഷൻ ഓഫ് എത്തിലീൻ ഡൈബ്രോമൈഡ്. മക്കളെ, എത്തിലീൻ ഡൈബ്രോമൈഡ്, നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, നിങ്ങളോട് കാര്യം പറയാം. വിസിനൽ കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന സ്റ്റൈലാണ് ആൽക്കൈലീൻ. എന്താ വിളിക്കുക? ആൽക്കൈലീൻ. ജെമിനൽ കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന സ്റ്റൈലാണ് ആൽക്കൈലിഡീൻ. ആൽക്കൈലിഡീൻ അറിയുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് റിയാക്ഷൻ അറിയാം, ബട്ട് സ്റ്റിൽ ഐഡൻറ്റിഫിക്കേഷൻ നടക്കണമെങ്കിൽ നെയിമിങ്ങിൻ്റെ ഒരു ഐഡിയ വേണം. അപ്പോൾ വിസിനൽ ആൽക്കൈലിനും ജെമിനൽ ആൽക്കൈലിഡിനും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ വിസിനൽ ആയിട്ടുള്ള 2 കാർബണുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കും, ഞാൻ അതിനെ എത്തിലീൻ എന്നായിരിക്കും പറയാം. ജെമിനൽ ആയിട്ടുള്ള 2 കാർബണുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കും, ഞാൻ അതിനെ എത്തിലിഡി എന്ന് പറയണം. അപ്പോൾ ഇവർ പറഞ്ഞ എന്താ സാധനം? എത്തിലീൻ ഡൈബ്രോമൈഡാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അത് വിസിനലാണോ ജെമിനലാണോ? ഡെഫിനറ്റ്ലി അത് ആൽക്കൈലിൻ ഫോർമാറ്റ് ആയതുകൊണ്ട് അത് വിസിനലാണ്. അപ്പോൾ ഞാൻ എത്തിലീൻ എന്ന് പറയുമ്പോൾ 2 കാർബണാണ്, ഡൈബ്രോമൈഡ് എന്ന് പറയുമ്പോൾ വിസിനലാണെന്ന് മനസ്സിലായി. എത്തിലീൻ 2 കാർബൺ വിസിനൽ, 2 കാർബൺ വിസിനൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അടുത്തടുത്ത് 2 ഹാലജൻ വരണം, 2 കാർബൺ വേണം. നോ അതർ പോസിബിലിറ്റി, റൈറ്റ്? ഈ ഒരാളെ എന്തുമായി ട്രീറ്റ് ചെയ്തു? സിങ്ക്. നമ്മൾ പറഞ്ഞ ഓർമ്മയല്ലേ, ഡിഹാലജിനേഷൻ, ഡീഹൈഡ്രോഹാലജിനേഷൻ, ഡീഹൈഡ്രേഷൻ. സിങ്ക് ഉപയോഗിച്ചാൽ ഡീഹാലജിനേഷൻ നടക്കും. എടാ, ഇത് രണ്ടും പോവും. ഇത് രണ്ടും പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈഥീൻ കിട്ടും, ഈഥീൻ കിട്ടും, ഈഥീൻ കിട്ടും. ഓപ്ഷൻ എ എടുക്കാം. ഓക്കെ, ക്ലിയർ ആണ്? നിങ്ങൾക്ക് ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞുതരാൻ പറ്റും എനിക്ക്? ഇത് വിസിനലാണോ ജെമിനലാണോ? വിസിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത കാർബണിലെ 2 സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് വരണം. ഒരേ കാർബണിൽ 2 സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് വരികയാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെമിനൽ. ദിസ് ഇസ് സിംപ്ലി ജെമിനൽ, ഹാവ് എ ഫോർമാറ്റ് ആൽക്കൈലിഡീൻ. സോ എത്തിലീൻ ഡൈബ്രോമൈഡ് അല്ല, ഇത് എത്തിലിഡീൻ ബ്രോമൈഡാണ്, എത്തിലിഡീൻ ബ്രോമൈഡ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. നമ്മൾ അടുത്ത ദിവസം ചെയ്ത് നോക്കാം. ഒരു ആൽക്കോളാണല്ലോ അത്. ആൽക്കോളും ആസിഡ് പ്ലസ് ഹീറ്റ്. ഞാൻ ബീറ്റ എലിമിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺസെൻട്രേറ്റ് H2SO4 പ്ലസ് ഹീറ്റ്. ബീറ്റ എലിമിനേഷൻ നടത്തി നോക്കാമല്ലോ. OH അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ, തൊട്ടടുത്തുള്ള കാർബൺ ബീറ്റ. ആൽഫയിൽ നിന്ന് OH പോയി, ബീറ്റയിൽ നിന്ന് H പോയി. ഓക്കെ, അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടി CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീൻ. എടാ, പ്രൊപ്പീൻ ക്ലോറിൻ ഹീറ്റാ, ക്ലോറിൻ ഹീറ്റാണ്. അവിടെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടെമ്പറേച്ചർ കൊടുത്തില്ലെങ്കിൽ അഡീഷണൽ നടക്കുക. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ സൺലൈറ്റ് ആണെങ്കിലും ക്ലോറിൻ ഹീറ്റ് ആണെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ പറ്റിയ ബെസ്റ്റ് പൊസിഷൻ ഇവിടെ ഉണ്ട്, ഡബിൾ ബോണ്ട് തൊട്ടടുത്തുള്ള പൊസിഷൻ. നമ്മൾ അതിനെ അല്ലൈലിക് പൊസിഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH2Cl CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ഏതെടുക്കാം? ബി ഓപ്ഷൻ എടുക്കാം. ബി ഓപ്ഷൻ കറക്റ്റ് ഇടാം, കറക്റ്റാണ്. ഓക്കെയാണ്. അടുത്ത ദിവസം നോക്കടാം. പ്രൊപ്പനാൽ ആൻഡ് പെൻറ്റാൻ ത്രിയോൺ ആർ ദ ഓസോണലൈസിസ് പ്രൊഡക്റ്റ് ഓഫ് ആൽക്കീൻ. വാട്ട് ഇസ് ദ സ്ട്രക്ചറൽ ഫോർമുല? പ്രൊപ്പനാൽ നമുക്ക് 2 രീതിയിൽ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാം. 2 രീതി ഞാൻ പറയാം. ഒന്നുമില്ല, ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോണലൈസിസ് നടത്തി വെക്കുക, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടേ ഓപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് എന്താ കിട്ടണ്ടേ? 3 കാർബണുള്ള ഒരു ആൽഡിഹൈഡും 5 കാർബണുള്ള ഒരു കീറ്റോണും. ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓപ്ഷൻ ഇട്ട് വെക്കുക, എന്നിട്ട് ഇതാണോന്ന് ചെക്ക് ചെയ്യുക. വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. റിവേഴ്സ് ചെയ്യാൻ അറിയണം. എങ്ങനെയാണ് നിങ്ങൾ ഓസോൺലെസ് എങ്ങനെ ചെയ്യാം? എന്നാൽ ഞങ്ങൾ ഓസോൺലെസ് പറഞ്ഞ് ആ ആൽക്കീൻ്റെ ബോണ്ട് ഒഴിവാക്കിയിട്ട് അവിടെ ഓക്സിജൻ വെച്ച് കൊടുത്താൽ മതി. ബോണ്ട് റിമൂവ് ചെയ്യുക, ഓക്സിജൻ ആഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഓസോൺലെസ് നടക്കും. നിങ്ങൾ അതിൻ്റെ റിവേഴ്സ് എങ്ങനെ വരിക? നിങ്ങളെങ്ങനെ മുന്നോട്ട് പോയേ? ഒഴിവാക്കിയത് ബോണ്ടും ആഡ് ചെയ്തത് ഓക്സിജനുമാണ്. അപ്പോൾ നിങ്ങൾ പിന്നോട്ട് എങ്ങനെ വരേണ്ടത്? നിങ്ങൾ നേരെ തിരിച്ച് ചെയ്താൽ മതി. എങ്ങനെ? ഒഴിവാക്കിയത് ബോണ്ടും ആഡ് ചെയ്ത് ഓക്സിജൻ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? ഓക്സിജൻ ഒഴിവാക്കിയിട്ട് ബോണ്ട് ആഡ് ചെയ്താൽ മതി. ഓക്സിജൻ ഒഴിവാക്കിയിട്ട് ബോണ്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ കാണിക്കാം. പ്രൊപ്പനാൽ എന്ന് പറയണത് ഏതാ മക്കളെ? CH3 CH2 CHO. പെൻറ്റാൻ ത്രിയോൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നുണ്ടാവുക? നോക്ക്. CH3 CH2 CO CH2 CH3. റിവേഴ്സ് ഓഫ് ഓസോൺലെസ് ആണ് ചെയ്യണേ. ഓസോൺലെസിൻ്റെ റിവേഴ്സ്. ഓക്സിജൻ ഒഴിവാക്കുക, ബോണ്ട് കണക്ട് ചെയ്യുക. ഒഴിവാക്കേണ്ടത് ഓക്സിജനും കണക്ട് ചെയ്യേണ്ടത് ബോണ്ടുമാണ്. എവിടെ നിന്ന് ഒഴിവാക്കിയോ, ഫ്രം വേർ യു റിമൂവ് ദർ യു ഹാവ് ടു കണക്ട്. ഓക്കെ, എവിടെ നിന്ന് ഒഴിവാക്കിയോ അവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് നോക്കുകയാണ്, അറ്റംപ്റ്റ് നടത്താണ്. നിങ്ങളൊന്ന് പറ. CH3 CH2 CH അവിടെ നിന്നാണ് ഒഴിവാക്കിയത്. ഇനി അവിടെ ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. എന്ത്? ഡബിൾ ബോണ്ട്. എവിടെ കണക്ട് ചെയ്യാൻ പോണേ? ഞാൻ എവിടെ നിന്നൊക്കെ ഒഴിവാക്കിയത്? ഈ 2 പൊസിഷനിൽ. അത് 2 തമ്മിലാണ് കണക്ട് ആവണ്ട കേട്ടോ. അത് വൃത്തിയിൽ കണക്ട് ആകാൻ പറ്റണേ. അപ്പോൾ പറഞ്ഞ് എന്തിലോട്ടാണ് കണക്ടായ? ഈ സിയിലോട്ടാണ് കണക്ടായത്.
സിയിലോട്ട് കണക്റ്റായി. സീനെ ഞാൻ നോക്കിയപ്പോൾ അതിൽ 2 CH2 CH3 ഉണ്ട്. കറക്റ്റ് അല്ലേ? അതിൽ 2 CH2 CH3 ഉണ്ട്. കറക്റ്റാണ്. അപ്പോൾ ഇതാണ് എടുക്കേണ്ടത്. ഒന്നുകിൽ ഈ പ്രോഡക്റ്റ് ഈ ഓരോന്നിനും ഓസോൺലെസ് നടത്തിയിട്ട് അന്വേഷിച്ച് നോക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ലോജിക്ക് ഉണ്ടാവുക. ഞാൻ പറയണതിൽ റിവേഴ്സ് ചെയ്യണം നല്ലത്. എന്താണ് നിങ്ങളെ യുക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഫസ്റ്റ് ഓപ്ഷനാണ് A. ഓക്കെ.